പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരഹൃദയം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. വീണ്ടും ഒരു കർത്താവിൻ്റെ ദിവസത്തിൽ വീണ്ടും കൂടി കാണാൻ കർത്താവ് പ്രത്യേകം അനുഗ്രഹിച്ചു. നമുക്ക് കർത്താവിന് നന്ദി പറയാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ശരിക്കും നിങ്ങളെ നേരിട്ട് കണ്ട് ഒരു ധ്യാന കേന്ദ്രത്തിൽ സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത് കേട്ടോ. ഞാൻ നിങ്ങൾ നേരിട്ട് കാണുകയാണ് ഹൃദയത്തിൽ. നിങ്ങൾ അങ്ങനെയാണ് ഞാൻ പ്രത്യാശിക്കുകയാണ്, ഈശോയിൽ പ്രത്യാശിക്കുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാനസിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെല്ലാവരും ഓർപ്പിക്കുന്നുണ്ട്. ശനിയാഴ്ചകളിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന കാര്യം പ്രത്യേകം ഒന്ന് മനസ്സിൽ വെക്കണം. പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മുടെ ഹോളി സ്പിരിറ്റ് ഈവനിംഗ് ശുശ്രൂഷ, ബുധനാഴ്ചകളിലുള്ള ശുശ്രൂഷ, അത് നിങ്ങൾ കൂടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഞായറാഴ്ചയായി, ബുധനാഴ്ചയായി, പിന്നെ എല്ലാ ദിവസവും ചെറിയ ടോക്ക് ഉണ്ടല്ലോ നമ്മുടെ 5 മണിക്കത്തെ, അതെല്ലാ ദിവസവും കൂടുകയും ചെയ്യണം. അപ്പോഴാണ് ഫുൾ ഫാമിലി ആകുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിങ്ങനെ വചന ശുശ്രൂഷയെ സംബന്ധിക്കുന്നതും നമ്മൾ വചനം കേൾക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നിസ്സാരമാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ ഓർക്കാണ് നമ്മുടെ സഖിയം ധ്യാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ക്രിസ്റ്റോ അച്ഛൻ, ഫാദർ ക്രിസ്റ്റോ തേക്കാനത്ത്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അച്ഛൻ, നല്ലൊരു അച്ഛനാണ്. പ്രിയപ്പെട്ട നല്ല ശുശ്രൂഷകൾ ചെയ്യും. ബഹുമാനപ്പെട്ട സോജി അച്ഛൻ്റെ കൂടെ ഒരു ശുശ്രൂഷ നേതൃത്വം നൽകുകയാണ്. അച്ഛൻ ഒരിക്കൽ ഒരു ധ്യാനത്തിൽ പറയിച്ച ഒരു സാക്ഷിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ, ആ സാക്ഷ്യത്തിൽ വ്യക്തി പറഞ്ഞിങ്ങനെയാണ്, 15-ാമത്തെ വയസ്സിൽ തുടങ്ങിയൊരു ദുർപ്പീടയാണ്. എൻ്റെ ഓർമ്മ ചേരും 51-52 അത്ര വയസ്സുകാലം ദുർപ്പീടാണ്. എന്നിട്ട് അഭിഷേകാന്തി കണ്ട് പ്രാർത്ഥിച്ചു. ദൈവം അപ്പം അങ്ങോട്ട് ഇടപെട്ട എൻ്റെ സഹോദരങ്ങളെ. അതാണ് തീത്തോസ് 2:11. സകല മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ, അഭിഷേകത്തെ സംബന്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ വന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. നമുക്ക് സാക്ഷ്യം ഒന്ന് കാണാം. എൻ്റെ പേര് മൗറിസ്. ഞാൻ കാസർഗോഡ് വരുന്നത്. ഞങ്ങൾക്ക് ഇത് 15 കൊല്ലം ഒന്ന് തുടങ്ങി. 15 വയസ്സാകുമ്പോൾ ഭാഷ പ്രശ്നമില്ല, ഇത് കാണിച്ചാൽ മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലായി. 15 വയസ്സാകുമ്പോൾ കള്ളു കുടിക്കാൻ തുടങ്ങി. 15 വയസ്സ് മുതൽ കള്ളു തുടങ്ങിയതാണ്. അത് പിന്നെ രാവിലെ കുടിച്ചോണ്ട് 51 വയസ്സെല്ലാം കുടിച്ച് 51 വയസ്സ് വരെ കുടിച്ചു. പിന്നെ അഭിഷേക് ഇപ്പോൾ 5-6 കൊല്ലം മുമ്പ് അഭിഷേകം നോക്കിയുണ്ട് 8:30 മണിക്ക് ഞായറാഴ്ച. അങ്ങനെ ഞായറാഴ്ച 8:30ക്കുള്ള അഭിഷേകം ഡെയിലിയൊക്കെ അത് നോക്കിയിട്ട് പിന്നെ ഞാൻ ഇപ്പം 5 കൊല്ലായി കുടി ഫുള്ള് നിർത്തി. എന്ത് കുടി. ഹല്ലേലൂയ. അതായത് 15 വയസ്സിൽ തുടങ്ങിയതാണ് മദ്യപാനം. 51 വയസ്സോളം കുടിച്ച്. 51 ആണോ 59 ആണോ? 51 വയസ്സ് വരെ മദ്യപാനത്തിന് അടിമയായിരുന്നു. അത് കഴിഞ്ഞ് ഈ അഭിഷേകാഗ്നി കാണാൻ തുടങ്ങിയതിന് ശേഷം 5 വർഷമായിട്ട് ഇപ്പൊ 5 വർഷമായി. ജനുവരി 15 5 വർഷമായി. ജനുവരി 15 5 വർഷം പൂർത്തിയായി. 5 വർഷമായി മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല, കുടിച്ചിട്ടില്ല. അതിനിപ്പോ എങ്ങനെ കുടിക്കാൻ തോന്നുന്നില്ല. ഇല്ല ഇല്ല. രാവിലെ നമ്മൾ സാധാരണ ചൂടുവെള്ളം അല്ലെങ്കിൽ കട്ടൻ കാപ്പി കുടിക്കുന്നതിന് പകരം ആൾക്ക് രാവിലെ എഴുന്നേറ്റ് ബെഡ് കോഫിക്ക് പകരം ഒരു ബെഡ്. പിന്നെ ഭാര്യ കളിക്കാതെ ഞാൻ ടോയ്ലറ്റ് കുടിച്ചതുണ്ട്. ടോയ്ലറ്റിൽ പേടിച്ചിട്ട് ടോയ്ലറ്റിൻ്റെ കുടിച്ചതുണ്ട് മദ്യപാനം. രാത്രിയിൽ ഒരു 10-12 വരെ ഈ സാധനം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ബോധം പിന്നെ ബോധം വരുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് കുപ്പിയാണ്. അങ്ങോട്ട് കുടിക്കും. 15 വയസ്സിൽ തുടങ്ങിയ മദ്യപാനമാണ്.
51 വയസ്സിൽ വചനം കേട്ടു തുടങ്ങിയപ്പോൾ, അഭിഷേകാഗ്നി കണ്ടു തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, മോനെ ഇനി നീ എൻ്റെ മകനാണ്, നീ എന്നെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങി അന്നു മുതൽ ഞാൻ നിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ദുഷ്ടാത്മാവിൻ്റെ ദുഷ്ടാരൂപി എടുത്തു മാറ്റിയിരിക്കുന്നു. ഇനി ഒരിക്കലും നിനക്കിനി മദ്യപിക്കാൻ പറ്റില്ല, നീ എൻ്റേതാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേട്ടു തുടങ്ങിയപ്പോൾ കർത്താവ് അത്ഭുതം. കർത്താവാണ് എടുത്തു മാറി. ഈശോയെ വിളിക്കണം, ഈശോയോട് പ്രാർത്ഥിക്കണം. വചനം കേൾക്കുമ്പോൾ വെറുതെ കേൾക്കുക, ഈശോയെ ഈശോയെ എന്ന് പറഞ്ഞാൽ വചനം സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ബന്ധനങ്ങൾ എടുത്തു മാറ്റും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, ദൈവത്തിന്റെ കൃപ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വന്ന് ആ തിന്മയിൽ നിന്ന് അടിമത്തം ഞങ്ങൾ വിടുവിച്ച് രക്ഷിച്ചു. ഫൗസ്തീനയുടെ ഒരു കാര്യം ഞാൻ ഓർക്കാണ്. ഫൗസ്തീന ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ വീണു പോകുന്നത്? അങ്ങിൽ കുറച്ചും നിന്നെ, അതെന്താ, നമ്മൾ ദൈവത്തിൽ കുറച്ച് നമ്മൾ തമ്മിൽ കൂടുതൽ ആശ്രയിക്കുന്നതാണ്. ദൈവത്തിൽ ആശ്രയിക്കണം. നോക്കിയേ, ആ പ്രായത്തിൽ. അപ്പം ഇനിയും അഭിഷേകനെ കൂടാത്ത എത്ര ആൾക്കാരുണ്ടാവും. നിങ്ങൾ അഭിഷേകത്തിൻ്റെ എപ്പിസോഡുകൾ പലർക്കും അയച്ചു കൊടുക്കണം, അതുപോലെ കാണണമെന്നൊക്കെ പറയണം. നോക്കിയേ, 51 വയസ്സ് വരെ അഭിഷേകത്തെ കാണാൻ തുടങ്ങി. കർത്താവ് അതുപോലെ ഇടപെട്ടില്ലേ? അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി പുറപ്പെട്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുക എന്നുള്ളത് വളരെ കറക്റ്റാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നാളുകളിൽ ചില അടിമത്തങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരും അങ്ങോട്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആരാധന, ആരാധന, ആരാധന. പോരാ, നല്ല ഉച്ചത്തെ സ്തുതിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ ചേട്ടന്റെ സാക്ഷി ഓർത്തെ. ആ ചേട്ടൻ ശരിക്കും നന്നായിട്ട് കാര്യങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവശക്തി പ്രവഹിച്ചു. ദൈവത്തിന് ഏത് മീഡിയത്തിലൂടെ പ്രവർത്തിക്കാം. ദൈവം എന്ന് പറയുന്നത് കാലത്തിനപ്പുറത്തേക്ക് വായു, ജലം, അതിൻ്റെ എല്ലാം അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ദൈവമാണ്. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ കൈകൾ ഉയർത്തി കർത്താവേ ചങ്കുപെട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദാസന്മാരുടെ ഈ എളിയ ദാസൻ കരങ്ങൾ ഉയർത്തുമ്പോൾ കർത്താവേ, ഈ അഭിഷേകാഗ്നിയിലുള്ള ദൈവമക്കളെ ആശീർവദിക്കാൻ അങ്ങ് നിൽക്കുന്ന അധികാരം ഉപയോഗിച്ച്, പൗരോഹിത്യന്റെ അധികാരം ഉപയോഗിച്ച് അർപ്പിക്കാൻ വന്ന വിശുദ്ധ അനന്ത യോഗ്യതയാൽ പരിശുദ്ധ കന്യാമറിയത്തിന് അമലോത്ഭവത്തിന് പ്രത്യേക മധ്യസ്ഥതയാൽ, വ്യവസായ പിതാവിന് പ്രത്യേക മധ്യസ്ഥതയാൽ, ഓ കർത്താവായ ദൈവമേ, ഈ ദാസന്മാരുടെ ശരീരത്തെ നാളുകളായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാര പീഡകൾ, രോഗപീഡകൾ, പൈശാചിക പീഡകൾ, നാളുകളായുള്ള മദ്യപാനത്തിന്റെയും വ്യഭിചാരത്തിന്റെയും സ്വയംഭോഗത്തിന്റെയും സ്വവർഗഭോഗത്തിന്റെയും പോണഗ്രഫിയുടെയും ലഹരി വസ്തുക്കളുടെയും എല്ലാ വിധത്തിലുള്ള അടിമത്തങ്ങളും പൈശാചിക പീഡകളും എല്ലാ തരത്തിലും തിന്മയുടെ ദുരാത്മ സേനകളോടും യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. ഇവരിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ നിമിഷം വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നിയിൽ നിബന്ധിക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, കൈകൾ അടിച്ച് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. നന്നായി കൈയടിച്ച് യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങല, നാളുകളായി യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങല അഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങല അഴിയട്ടെ. സാത്താനെ കൽപ്പിക്കുന്നു, നീ നിത്യ നരകത്തിൽ പോകൂ. സാത്താനെ, നീ നിത്യ നരകത്തിൽ പോകൂ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു. കൈകൾ ഉയർത്തി കൈയടിച്ച് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ
കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഈശോ എന്ന നാമത്തിന് മുമ്പിൽ എല്ലാ മുട്ടുകളും മടങ്ങും. ഓ ഫിലിപ്പി ലേഖനത്തിലെ വചനം ഞങ്ങൾ ഓർക്കുന്നു. യേശു എന്ന നാമത്തിന് മുമ്പിൽ എല്ലാ മുട്ടുകളും മടങ്ങും. ഓ കർത്താവേ, ഇപ്പോൾ കുടുംബങ്ങളെയും വ്യക്തികളെയും ദേശങ്ങളെയും ആശീർവദിക്കുന്നു. തലമുറ കുടുംബങ്ങളെ രോഗപീഠകൾ, പാരമ്പര്യ രോഗങ്ങൾ, പൈശാചിക പീഡകൾ, അനർത്ഥങ്ങൾ, ഓ കർത്താവ് കുടുംബത്തിലെ തകർച്ചകൾ, എല്ലാത്തരം പൈശാചിക അനുബന്ധങ്ങളും ബന്ധനങ്ങളും ആധിപത്യങ്ങളും പകർച്ചകളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നിയിൽ നിബന്ധിക്കട്ടെ. ഈശോയേ, മരണത്തെ ജയിച്ചവൻ, കൈകൾ ഉയർത്തി വിളിക്കുന്നു. ഈശോയേ, ഈശോയേ, മരണത്തെ യേശു നാമത്തിന്റെ ശക്തിയാൽ മുടിത്. ഈശോയേ, മരണത്തെ ജയിച്ചവനെ, കർത്താവായി അധിപതിയായി കർത്താവായി ഓരോ കുടുംബങ്ങളെ ദുരിതത്തമണ്ണം മുദ്രയുണ്ട്. ഓരോ കുടുംബങ്ങളെ യേശുവിന്റെ നാമത്തിൽ മുദ്രയുണ്ട്. ഓരോ കുടുംബങ്ങളെയും യേശുവിന്റെ കുരിശിന്റെ അടയാളത്തിൽ മുദ്രയുണ്ട്. ഓരോ കുടുംബങ്ങളെയും തിരുസഭയുടെ വലിയ കൂട്ടായ്മയിൽ മുദ്രയുണ്ട്. ഓരോ വ്യക്തികളെയും ഇപ്പോൾ ആശീർവദിക്കുന്നു. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ഭവനങ്ങളുടെ കട്ടിളപ്പടിയുമ്പോൾ കുഞ്ഞാട്ട് രക്തം കൊണ്ട് മുദ്രയിടുന്ന പോലെ മുദ്രയിടുന്നു, വേർതിരിക്കുന്നു, അനുഗ്രഹിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, വിട്ടുപിരിയാൻ പറ്റാത്ത ബന്ധമുണ്ടെങ്കിൽ ഇത് നടക്കും. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. നമുക്ക് വചനം പഠിക്കാം, വചനം ശ്രമിക്കാം. നല്ല ഉണർവോടെ കുട്ടികൾ ബൈബിളൊക്കെ തുറന്നു കിടക്കണം, നോട്ട്ബുക്കൊക്കെ എടുക്കണം. കാരണം നോട്ട്ബുക്ക് വചനങ്ങളൊക്കെ കുറിക്കണം. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 1-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, സ്വർഗത്തിലേക്കുള്ള അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ആയിരക്കണക്കിന് വാഗ്ദാനങ്ങൾ അവകാശമാക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഈശോയെ അറിഞ്ഞ ഓരോ വിശ്വാസിയും. അതുകൊണ്ട് നമുക്ക് ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ളതിനാൽ, ഉദാഹരണം പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസിന് പോകുമ്പോൾ മദ്യപിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാല, ലൈസൻസ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് മദ്യപാനം വേണ്ടാന്ന് വെച്ചു. അതേപോലെ കർത്താവ് ഒരുപാട് അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും പാലിക്കാനുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും അശുദ്ധിയിൽ നിന്ന് നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. ഒരു ലെവലാണത്, ഒരു മോറൽ പവർ. പിന്നെ പറയാ ദൈവഭയം, ഈശോയോടുള്ള ബന്ധം, ദൈവഭക്തി, ഒരു സ്പിരിച്വൽ പവർ. അതിനകത്ത് വിശുദ്ധി അതിൻ്റെ പരിപൂർണതയിലെത്തിക്കണം. ഇപ്പൊ വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ദൈവവുമായിട്ടുള്ള ബന്ധം, അതേപോലെ തന്നെ പാപത്തോടെ നോ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്നിടത്ത് ഒരു അനോയിന്റിംഗ് ഉണ്ട്, ഒരു അഭിഷേകമുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏകദേശം സമാനമായ ഒരു തിരുവചനം പത്രോസ് ശ്ലീഹ വെളിപ്പെടുത്തുന്നുണ്ട്. പത്രോസ് ശ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനത്തിലാണിത്. 3-ാമത്തെ അധ്യായത്തിൽ 11-ാം തിരുവചനം. 2 Peter chapter 3 verse 11. ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല ശുഷ്കാന്തി വേണം അല്ലെ, നല്ല ചുറുചുറുക്ക്, കാര്യങ്ങളൊക്കെ നല്ല ഉണർവോടെ ചെയ്യുന്ന ഒരു നനഞ്ഞ കോഴിയെ പോലെയല്ല, നല്ല ഒരു പവർഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ജീവിക്കുന്നതിൽ നല്ലൊരു ഉത്സാഹമാണ്. എന്താ കാരണം? ഇവയെല്ലാം നശ്വരമാകയാൽ ലോകം, ഈ ലോകത്തിന്റെ മോഹങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന് ഇതെല്ലാം സുഖലോലപത, മദ്യാസക്തി, ജീവിതമെല്ലാം, ഈ ലോകത്തിന്റെ എല്ലാം നശ്വരമാകുക, ഇതെല്ലാം കത്തിത്തീരും. അതുകൊണ്ട് 2 കാര്യത്തിൽ ജീവിക്കണം. 1 വിശുദ്ധി, 2 ദൈവഭക്തി. അതാണ് മുമ്പേ നമ്മൾ കണ്ടത്. ഒരേ സമയം
നമുക്കൊരു സ്പിരിച്വൽ പവറും വേണം, ഒരു മോറൽ പവറും വേണം. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്, ആ മനുഷ്യനെ ഭയങ്കര പ്രാർത്ഥനയായിരിക്കും, പക്ഷേ ലോകവും പാപവുമായിട്ട് കൂടിക്കഴിഞ്ഞിട്ട് ഒരു മോറൽ പവറില്ല. ചില മനുഷ്യരുണ്ട്, പാപം ലോകം അങ്ങനത്തെ ഒരു കണക്ഷനുമില്ല, പക്ഷെ എന്ത് ചെയ്താൽ പ്രാർത്ഥിക്കുകയല്ല. അപ്പൊ വാസ്തവത്തിൽ ഒരു അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്പിരിച്വൽ പവറും ഒരു മോറൽ പവറും കൂടെ മെർജ് ചെയ്യുന്നിടത്ത് there will be anointing, ഒരു അഭിഷേകത്തിന്റെ പുറപ്പാടുണ്ട് അവിടെ. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, CMI സഭയിലെ വലിയ ഒരു ദേവദാസനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധീകരണ നാമകരണ അതിന്റെ നടപടികളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കനീസിയൂസ് എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. ഞാൻ ഓർക്കാണ്, CMIക്കാരുടെ CSSR എന്ന് പറഞ്ഞിട്ടുള്ള അവർ റിന്യൂവൽ സെൻ്റർ ചാലക്കുടി, അവിടെ ഒരിക്കൽ ഒരു പ്രീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടോക്കിന് ഞാൻ പോയപ്പോൾ ആ ചാപ്പലിൽ ഞാൻ കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ പോയി മുട്ടുകുത്തി. അപ്പോൾ അവിടെ ചാപ്പലിലൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇടതുവശത്ത് എന്തോ എഴുതിയിരിക്കുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഇവിടെയാണ് ബഹുമാനപ്പെട്ട കനീസിയൂസ് അച്ഛൻ എല്ലാ ദിവസവും 5 മണിക്കൂർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്ന സ്ഥലം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 5 മണിക്കൂർ എല്ലാ ദിവസവും മുട്ടുകുത്തി കർത്താവിൻ്റെ ആലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. എന്തൊരു സ്പിരിച്വൽ പവറാണ്, ചിന്തിച്ചു നോക്കിയേ. ഈ വിശുദ്ധ വൈദികനെ കുറിച്ച് മറ്റൊരു കാര്യം ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് മറ്റൊരു അച്ഛൻ എന്നോട് ഷെയർ ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ധർമാരാം സെമിനാരിയിലൊക്കെ വലിയ റെക്ടറൊക്കെ ആയി വലിയ ശുശ്രൂഷകൾ ചെയ്യുന്ന കാലഘട്ടം. ഒരിക്കലൊരു സെമിനാരിക്കാരൻ ഭയങ്കര നല്ലൊരു തണുപ്പൊക്കെയുള്ള സമയമാണ്. അപ്പോൾ അദ്ദേഹം ഈ റെക്ടറച്ചൻ്റെ മുറിയിൽ ചെന്നിട്ട് എനിക്ക് ഒരു കംപ്ലീറ്റ് സെറ്റർ കിട്ടിയ ഉപകാരമായിരുന്നു പറഞ്ഞു. റെക്ടറച്ചൻ നല്ല സ്നേഹമുള്ള അച്ഛൻ, ലവിങ് കെയറിങ്. ഓക്കെ, ഉറപ്പായിട്ടും കമോൺ, ഉറപ്പായിട്ടും തരാൻ ബാ എന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് മുറിയിൽ കൊണ്ടുപോയി. എന്നിട്ട് അച്ഛൻ കനീസിയൂസ് ഉള്ളിൽ പോയി. എന്നിട്ട് ഇവന് ഇടാൻ ഈ സെമിനാരൊക്കെ ഇടാൻ പാകത്തിനുള്ള നല്ലൊരു സെറ്റർ എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് സെറ്റർ അവന് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് അച്ഛൻ ജസ്റ്റ് അച്ഛൻ്റെ കാസക്ക് ജസ്റ്റ് ഇച്ചിരി ഒന്ന് മുകളിലോട്ട് പൊക്കി, പാൻറ് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് പൊക്കി. എന്നിട്ട് കാണിച്ചു കൊടുത്തൊരു കാര്യം എന്നാന്നറിയാമോ? തണുപ്പടിക്കാതിരിക്കാനായിട്ട് ഈ വിശുദ്ധ വൈദികൻ ന്യൂസ് പേപ്പർ കാലിൽ ചുരുട്ടി വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് സെമിനാരിക്കാരനൊരു ഉപദേശം കൊടുക്കുകയാണ്: മോനെ, നമുക്ക് തണുപ്പടിക്കാതിരിക്കും, ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ, പക്ഷെ നീ എന്തായാലും ഇപ്പോൾ സെറ്റർ ഇട് എന്ന് പറഞ്ഞ് അവന് സെറ്റർ കൊടുക്കുകയാണ്. അവൻ സെറ്റർ മേടിച്ചില്ല എന്നുള്ള അടുത്ത വിഷയം. എനിവേ, നിങ്ങൾ ഇന്ന് ചോദിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു മോറൽ പവറാണ്. ഈ ലോകത്തോടുള്ള വിരക്തി, ആഡംബരത്തിൽ നിന്ന് വിരക്തി എന്ന് പറഞ്ഞാൽ തണുപ്പിന് സെറ്റർ ഉണ്ടെന്ന് അതൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു മോറൽ പവറുണ്ട്. ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങൾ, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല, അന്തരമില്ല. ഇന്ന് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ആൾക്കാരെ കാണാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുമിച്ച് വരുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ അത് വിശുദ്ധിയിലേക്കുള്ള പടവാണ്. He also going to be a saint. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനാൽ തന്നെ വിശുദ്ധനാണ്, വിശുദ്ധനെ പ്രഖ്യാപിക്കപ്പെടാത്ത ഉദ്ദേശമുള്ളൂ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ, ഈ വചനമാകും ഈ അനുഭവം ഓർമ്മയിൽ വരുമ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വചനമുണ്ട്. ആ ഞാൻ നിങ്ങൾക്ക് തരികയാണ്, പ്രിയപ്പെട്ടത് നിങ്ങൾക്ക് തരാം. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 16-ാം തിരുവചനം, 2 Kings chapter 10 verse 16. അവൻ പറഞ്ഞു, എന്നോട് കൂടെ വന്ന് കർത്താവിനോടുള്ള എൻ്റെ ഭക്തിയുടെ തീവ്രത കാണുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കഥാപാത്രം ആരാണെന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. ബൈബിളിലെ ശക്തനായ യേഹൂ എന്ന് പറയുന്ന രാജാവ് ഒരു കഥാപാത്രമാണ്. അപ്പോൾ യേഹൂ രഥത്തിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ രക്കാബ്യരുടെ മകനായ യഹോനാദാബാദിനെ കാണുകയാണ്. അപ്പോൾ യഹോനാദാബാദിനൊരു കുശലാന്വേഷണം നടത്തുകയാണ്. ഞാൻ നിന്നോടുള്ള ഒരു ഡീസൻറ്റ് കാണിക്കുക, ഒരു ആദരവ് കാണിക്കുന്ന പോലെ തന്നെ നിനക്കും എന്നോടൊക്കെ ഉണ്ടോ? രാജാക്കന്മാർ അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ്. ഓഫ് കോഴ്സ് ഉണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഷെയ്ഖാൻ്റെ കൊടുത്തു. എന്നിട്ട് ഈ യഹോനാദാബാദിനെ തൻ്റെ രഥത്തിൽ കയറ്റി ഇരുത്തുകയാണ് യേഹൂ എന്ന രാജാവ്. എന്നിട്ട് പറയുന്ന ഒരു സെന്റൻസ് നിങ്ങൾ കേൾക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. നിങ്ങൾ ആ സ്ക്രീനിലേക്ക് ഒന്നുകൂടി ആ വചനം നോക്കിയേ.
അവൻ പറഞ്ഞു, എന്നോട് കൂടെ വന്ന് കർത്താവിനോടുള്ള എന്റെ ഭക്തിയുടെ തീവ്രത കാണുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്തിനാണെന്നറിയാവോ? യേഹൂ കർത്താവിന്റെ ആലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ, നീ എന്റെ കൂടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കർത്താവിനോടുള്ള ഭക്തിയുടെ തീവ്രത നീ വന്ന് കാണുക. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? എന്റെ കൊച്ചുങ്ങളെ, ഞാൻ പ്രാർത്ഥിക്കുന്ന തീവ്രത നീ കാണ്. നമ്മൾ ദേവാലയത്തിൽ പോയിരുന്ന് വിശുദ്ധ കുർബാനയിലും അല്ലെങ്കിൽ ആരാധനകളെ സംബന്ധിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവർക്ക് നമുക്ക് കർത്താവിനുള്ള ഭക്തിയുടെ തീവ്രത. പ്രിയപ്പെട്ട സമർപ്പിതരെ, രാവിലെ മെഡിറ്റേഷൻ ഒക്കെ നടത്തുമ്പോ നീ ഇങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മറ്റുള്ളത് കാണുമ്പോ നിനക്കുള്ളൊരു ഒരു തീവ്രത അല്ലേ? സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരു ചലഞ്ചിങ് ആണെന്ന് നോക്കിയേ. ഞാൻ ഓർക്കാണ് വടവാദ സെമിനാരിയിലെ ഡീക്കന്മാരുടെ ധ്യാനം ഞാൻ ദൈവത്തിന്റെ കൃപയാൽ നടത്തുമ്പോൾ ഒരു ദിവസം വിശുദ്ധ കുർബാനയെ അർപ്പിച്ച അച്ഛൻ്റെ സഹകാർമ്മികനായി ഞാൻ നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ദൈവത്തോട് ദൈവത്തോട് സംസാരിക്കുന്ന പോലെയാണ് പ്രാർത്ഥന. അച്ഛൻ്റെ ഭക്തിയുടെ തീവ്രത ഞാൻ അച്ഛനെ പബ്ലിക്കായിട്ട് ഞാൻ പറയുകയും ചെയ്തു, എൻ്റെ ജീവിതത്തെ കുറച്ച് സ്വാധീനിക്കുകയും ചെയ്തു. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ യേഹൂ എന്ന് പറയുന്നത് കർത്താവിനോടുള്ള ഭക്തിയുടെ, ദൈവഭക്തിയുടെ ആ സ്പിരിച്വൽ പവറിന്റെ ഒരു പവർ ഹൗസ്, ഒരു തീവ്രതയാണ്. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഈ റെക്കാബിയരുടെ മകനായ യഹോനാദാബാദ് അതാരാ? അവരുടെ ചരിത്രം പഠിക്കണം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഏതൊരു ആവശ്യം പറഞ്ഞതൊരു ചെറിയ ഓർമ്മ എനിക്കുണ്ട്. ജെറമിയ 35 നിങ്ങൾ എടുത്ത് പഠിക്കുന്നത് നല്ലതാണ്. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 35. അവിടെ കാണുന്നുണ്ട് ജെറമിയ പ്രവാചകൻ. റെക്കാബിയർ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ പേരായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് റെക്കാബിയരുടെ അടുത്ത് ചെന്നു. അപ്പോൾ അവരുടെ വലിയ അപ്പനപ്പൂപ്പന്മാര്, മക്കള്, പെരുമക്കൾ എല്ലാവരും ഉണ്ട്. അവരോട് പറഞ്ഞു, ജെറമിയ പറയാണ്, നിങ്ങൾ കുറച്ച് വീഞ്ഞു കുടിക്കുക, നിങ്ങൾ കുറച്ച് മദ്യം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ജെറമിയ പ്രവാചകൻ തന്നെ അവർക്കിത് കൊടുക്കുക. നിങ്ങൾ ചിന്തിക്കുക സ്ഥിതി. ശരിക്കും പറഞ്ഞത് പരീക്ഷണമാണ്. ജെറമിയ ടെസ്റ്റ് ചെയ്യാണ്. ദൈവം എല്ലാവരെയും ഒന്ന് പരിശോധിച്ച് പരീക്ഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലും കാര്യം ഏൽപ്പിക്കുള്ളൂ, അല്ലേ? പത്രോസിലേക്കാണ് പരിശോധിച്ച് പരീക്ഷിച്ച് അറിഞ്ഞിട്ടൊരു ദൗത്യം ഏൽപ്പിക്കുന്ന പോലെ. എന്നിട്ട് അവരോട് കുടിക്കാൻ പറഞ്ഞപ്പോ ഈ റെക്കാബിയറുടെ തലമുറയിലുള്ള ആൾക്കാർ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. എന്നാന്നറിയോ? ജെറമിയ എന്നല്ല ആര് പറഞ്ഞാലും ഞങ്ങൾ പാപത്തിനില്ല. ശ്രദ്ധിക്കണം, പാപം ചെയ്യാൻ ആര് പറഞ്ഞാലും നീ അനുസരിക്കേണ്ട ആവശ്യമില്ല. ആര് പറഞ്ഞാലും you are not supposed to obey. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾക്കൊരു വലിയ പൂപ്പൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരാണ് യഹോനാദാബാദ്. അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മരിക്കുന്നത് വരെ നിങ്ങൾ മദ്യപിക്കരുത്, വീഞ്ഞു കുടിക്കരുത്. അങ്ങനെ മദ്യപിക്കാതിരുന്ന പിടിച്ചു നിന്ന തലമുറയിൽപ്പെട്ടവർക്ക് കർത്താവ് ഒരു ബ്ലെസ്സിങ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് കണ്ടുപിടിച്ചാൽ മതി. അവനാണ് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലുള്ള ഒരാളാണ് യേഹൂവിന്റെ അവിടുന്ന് വരുന്നത്. നോക്ക്, രണ്ടും നമ്മൾ കൂടിച്ചേരുന്നത് കണ്ടോ? കണ്ടോ? വിശുദ്ധിയുടെ പവർ, പ്രാർത്ഥനയുടെ പവർ. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിന്റെ മർജിങ്ങളാണ് അഭിഷേകം, അവിടെയാണ് കൃപ. ഇത് രണ്ട് വ്യക്തികളായിട്ട് നിന്നാ പോരാ, ഇതിങ്ങനെ കൂടിച്ചേരണം. നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരണം സഹോദരങ്ങളെ. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നീ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ യേഹൂ പറഞ്ഞതുപോലെ കർത്താവിനോടുള്ള ഭക്തിയുടെ തീവ്രത. ഞാൻ നിങ്ങളോട് കാര്യം വളരെ സ്നേഹത്തിൽ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്തൊക്കെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരാണ് നിങ്ങളെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പോകാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ സമയം ഉണ്ടാക്കി എല്ലാ ദിവസവും കുറച്ച് സമയം കർത്താവിൻ്റെ ആലയത്തിൽ പോകണം. ഇനി യാതൊരു സാധ്യതയില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിലെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയാവോ? ഒരു അരമണിക്കൂർ കർത്താവ് നമ്മുടെ ഇടവക ദേവാലയത്തിൽ പോയിട്ട് അല്ല നിത്യാരാധന ചാപ്പല് പോയിരുന്നിട്ട് കുറേ സമയം കർത്താവിനെ അങ്ങോട്ട് ആരാധിക്കാൻ വേണ്ടി തുടങ്ങുക. അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഒരുപാട് പേരെ കണ്ടു, ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ സമയത്ത് വേഗം പോയി ഭക്ഷണം കഴിച്ച് ആരാധനയ്ക്ക് പോയിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെ തന്നെ ഒരു ആത്മീയ നമ്മൾ വളർത്തിയെടുക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിന് സമയമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേണോന്ന് വെച്ചാൽ ചക്ക, അത് ഞാൻ പറയുന്നില്ല, അതിപ്പോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും.
പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. അതിനെക്കുറിച്ച് വിശുദ്ധ ഫൗസ്തീന പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഈ പഴഞ്ചൊല്ല് പോലത്തെ ഒരു സംഗതി ഫൗസ്തീന നല്ല ക്ലിയർ ആയിട്ട് പറയാണ്. ആഗ്രഹം ഉണ്ടോ വഴിയുമുണ്ട്. പറഞ്ഞേ, ആഗ്രഹം ഉണ്ടോ വഴിയുമുണ്ട്. ഫൗസ്തീന ഡയറിയിൽ 1413 ഖണ്ഡിക ഞാൻ വായിക്കാം, നിങ്ങൾ ഒന്ന് കണ്ണുപിടിച്ചോ. സമൂഹത്തിൽ പൊതുവായി നടത്തിയ നൊവേന കൂടാതെ ഞാൻ വ്യക്തിപരമായി പരിശുദ്ധ അമ്മയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാനായി ഒരു ദിവസം 1000 നന്മ നിറഞ്ഞ മറിയം വീതം 9 ദിവസം ചൊല്ലി പരിശുദ്ധ അമ്മയെ സ്തുതിച്ചു. ഇങ്ങനെ ഇപ്പോൾ 3 പ്രാവശ്യം ഈ നൊവേന ഞാൻ നടത്തി. അതായത് ഓരോ ദിവസവും 1000 സ്തുതിക്കുള്ള നൊവേന. അങ്ങനെ 900 അഭിവാദ്യങ്ങൾ നൊവേനയിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം ഇപ്പോൾ ഈ നൊവേന നടത്തി. അതിൽ 2 പ്രാവശ്യവും എൻ്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിലാണ് ഞാൻ നടത്തിയത്. വളരെ കൃത്യതയോടെ ജോലികൾ നിർവഹിക്കുന്നതിൽ ഇതുമൂലം ഒരിക്കൽ പോലും ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല. മറ്റു ഭക്താഭ്യാസങ്ങൾക്ക് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം തുടങ്ങിയവ അതിനൊക്കെ പുറമേയുള്ള സമയത്താണ് ഞാനിത് നടത്തിയത്. ഒരു പ്രാവശ്യം സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴായിരുന്നു. എന്നിട്ട് അവസാനത്തെ സെന്റൻസ്, ആഗ്രഹമുണ്ടോ വഴിയുമുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വന്തം സംബന്ധിച്ച കോൺവെന്റിൽ എല്ലാ ജോലിയും ചെയ്യും, പൊതുവായ പ്രാർത്ഥനകൾ ഒന്നും മുടക്കില്ല. എന്നാൽ അതിന്റെ ഇടയിലൂടെ 1000 അല്ലേ. അപ്പൊ പരിശുദ്ധ അമ്മ നന്മ പറഞ്ഞറിയുമേ സ്തുതി അല്ലേ, സ്തുതിക്കുകയാണ്. ഒരു പ്രത്യേക പ്രാർത്ഥന അങ്ങ് ചെയ്ത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആഗ്രഹം ഉണ്ടെങ്കിൽ വഴിയും വരും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമുക്ക് ശരിക്കും ആഗ്രഹമുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ടില്ലേ? സമയം ഉണ്ടാക്കിയിട്ടില്ലേ? വഴി ഉണ്ടാക്കിയിട്ടില്ലേ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്പിരിച്വൽ കാര്യത്തിലേക്ക് ഒരു തുറവി വരണം. അങ്ങനെ വന്നാൽ ബാക്കി എല്ലാ കാര്യവും കറക്റ്റ് ആവും. നമുക്കൊരു തീരുമാനം എടുക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോരുത്തരും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. 27-ാമത്തെ സങ്കീർത്തനത്തിൽ 4-ാം തിരുവചനം, സങ്കീർത്തകൻ ഒരാഗ്രഹം കർത്താവിനോട് പറയുകയാണ്. എനിക്കൊരൊറ്റൊരാഗ്രഹമുള്ളൂ, ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ മാധുര്യം, കർത്താവിൻ്റെ ഹിതം അറിയാൻ കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കണം. പുതിയ നിയമത്തിൽ ലൂക്ക 2:37, 84 വയസ്സായ വിധവ ദേവാലയം വിട്ടുപോകാതെ സദാസമയവും പ്രാർത്ഥനയിൽ, ഉപവാസത്തെ, സ്തുതിപ്പിലെല്ലാം കഴിച്ചു കൂട്ടി. ലൂക്ക 24:53, ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. പുറപ്പാട് 33:11, മോശ കൂടാരം വിട്ടുപോയാലും ജോഷുവ ദൈവ സാന്നിധ്യമുള്ള കൂടാരം വിട്ടുപോയിരുന്നില്ല. ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും അതേപോലെ വിശുദ്ധാത്മാക്കളുടെ ജീവയാത്രന നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകൾ കേട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ തുറന്ന് പിടിക്കാവോ? കരങ്ങൾ തുറക്കുന്നതിൻ്റെ ഒപ്പം ഹൃദയവും കൂടെ തുറക്കാം. അപ്പം നമ്മുടെ അധരവും തുറക്കാം. കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾക്കൊരു കൃപ തരണം. ആദ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ആലയത്തിൽ മണിക്കൂറുകൾ ഇരിക്കാനൊരു കൃപ. കർത്താവിൻ്റെ ആലയം എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകാൻ കൃപ ഞങ്ങൾക്ക് തരണം. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ തുറന്ന് പിടിച്ച് ഓരോരുത്തരും പാടി പ്രാർത്ഥിക്കുന്നു. ചോദിക്കുക, കൃപ തൂകണേ. ആഗ്രഹത്തോടെ ചോദിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഓ കർത്താവായ ദൈവമേ, വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വിശുദ്ധിയുടെ വലിയൊരു കൃപ തരണം. ഞങ്ങൾക്കൊരു മോറൽ പവർ വേണം. കർത്താവേ, പ്രാർത്ഥിക്കുന്നു. മക്കളെ ചോദിച്ചേ, ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്ത കൃപയ്ക്ക് വേണ്ടി വിളിക്കുന്നു.